വടക്കുമുളകന്റെ പുതിയ എപ്പിസോഡിൽ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ചില പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം സ്വർഗീയ ശ്രീ KG മാരാറുമായിട്ട് അടുത്ത് പ്രവർത്തിക്കാനിടയായി 80-കൾ. ഇപ്പോൾ പലപ്പോഴും കൊല്ലപ്പെട്ട സ്വയംസേവകരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSും BJPയുമായിട്ട് വളരെ സംഘടനകളുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു 70-80 കാലഘട്ടത്തിൽ. ഞാനന്ന് തിരുവനന്തപുരം MG കോളേജിൽ പഠിക്കുകയാണ്. ഭാരതീയ വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. BJPയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. കുറച്ചു കാലങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പിരിച്ചുവിടുകയും ആ പ്രവർത്തകരെല്ലാം പ്രവർത്തിക്കുകയും ചെയ്യും. രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം. ആ സമയത്ത് ശ്രീ KG മാരാർ അടുത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പലപ്പോഴും SFIയുടെ പ്രവർത്തകരുമായിട്ട് അദ്ദേഹം വിളിക്കുകയും സമ്മതിക്കുകയും ചെയ്തതിലേക്ക് ഇങ്ങനെ എന്താ മാരാർജി ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒത്തിരി കലാപങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും CPMന്റെ അനുഭാവികളുമായിട്ട് നമ്മളെപ്പോഴും ചർച്ച നടത്തുന്നുണ്ട്. വളരെ അടുത്തിടപഴകുന്നുണ്ട്. അതിൻ്റെ കാരണം ചോദിച്ചു. അദ്ദേഹം വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ ലളിതമായിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ കൊണ്ടുപോവുകയാണ്. അനിലേ, നിങ്ങളൊക്കെ ഇന്നത്തെ സ്വയംസേവകരാണ്, അവരാണ് നാളത്തെ സ്വയംസേവകർ. എന്താ മാരാർജി അങ്ങനെ പറഞ്ഞു? അതായത് ഈ ചുവന്ന പൊടി ഒരുപാട് കാലം വെയിലത്ത് കിടന്ന് നരച്ച് പക്വത വരുമ്പോഴത്തേക്ക് അവരെല്ലാം സംഘപരിവാറിൻ്റെ കുടക്കീഴിൽ വരേണ്ടതാണ്. അതിന് അദ്ദേഹം എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി ആ ഒരു സമയത്ത്. കാര്യം നമ്മൾ 2025 നിന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ആ 1981 ആ പ്രവചനം നമുക്ക് ഇത്രയും ദീർഘദർശിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. ഞാൻ ചോദിച്ചത് അതിൻ്റെ കാരണം കുറച്ച് നമുക്ക് സരസമായിട്ട് സംസാരിക്കാനുള്ള സമയം കിട്ടിയപ്പോൾ ഞാൻ അന്വേഷിച്ചു. എന്താ മാരാർജി അങ്ങനെ പറയും? അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഒരു ഡിക്റ്റം പറഞ്ഞു. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഡിക്റ്റം. ഡിക്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ സംഘടനകളിൽ 2 തരം സംഘടനകളാണ്. ഒന്ന് കേഡർ സംവിധാനമുള്ളത്, കേഡർ സംവിധാനം ഇല്ലാത്ത നോൺ കേഡർ സംവിധാനം. മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഒക്കെ നോൺ കേഡർ പാർട്ടി ആകുമ്പോഴത്തേക്ക് BJPയും CPM കേഡർ പാർട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് തിരിച്ച് നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം 2 കാലാവസ്ഥയിൽ പരസ്പരം യോജിക്കാത്തവരാണ്. ആ കാലാവസ്ഥയ്ക്ക് യോജിക്കാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ച് കേഡർ പാർട്ടിയിൽ നിന്ന് വന്നവർക്ക് തിരിച്ച് കേഡർ പാർട്ടികളിലേക്ക് പോകരുത്, നോൺ കേഡർ പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് നോൺ കേഡർ പാർട്ടികളിലേക്ക് പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ശ്രീ PV അൻവറിന്റെ ഉദാഹരണം, എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹമായിട്ട് യാതൊരു വിരോധവുമില്ല. ഞാൻ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ പേരെടുക്കുന്നത് ഏറ്റവും റീസെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിൽ കോൺഗ്രസിൽ നിന്നൊക്കെ ബന്ധപ്പെട്ടിട്ട് CPMലോട്ട് വന്നു. അദ്ദേഹം CPMന്റെ സ്വതന്ത്ര MLA ആയി. പിണറായി വിജയൻ സഖാവിൻ്റെ ഏറ്റവും വലിയ വക്താവും അനുയായിയുമായി. അദ്ദേഹത്തെ ഞാൻ പിതാവിനെ പോലെ ബഹുമാനിക്കുന്നു എന്നവരെ പറഞ്ഞു. തിരിച്ച് അദ്ദേഹം വീണ്ടും ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പടിവാതിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, 45 വർഷത്തിന് മുമ്പ് ശ്രീ KG മാരാർ പറഞ്ഞത് വളരെ ശരിയാണ്. നോൺ കേഡർ പാർട്ടിയിൽ നിന്ന് വന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. PV അൻവർ സാഹിബിനെ പോലെ ഒരാൾ നോൺ കേഡർ പാർട്ടിയിൽ വന്നിട്ട് CPMന്റെ ശൈലിയുമായിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും നോൺ കേഡർ പാർട്ടികളുടെ വരാന്തയിൽ. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള. സ്വർഗീയ ശ്രീ KG മാരാർജിയുടെ സ്മരണയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അദ്ദേഹത്തിനായി സമർപ്പിക്കുന്നു. നന്ദി.